നമസ്കാരം, ഗുഡ് ഈവനിങ്. കേരളത്തിന്റെ സ്വന്തം FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ശബ്ദമൊക്കെ ഒന്ന് ശരിയായി വരുന്നു, പനിക്കൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ടു ലവ് ആൻഡ് ബി ലവ്ഡ് ഈസ് ടു ഫീൽ ദി സൺ ഫ്രം ബോത്ത് സൈഡ്സ്. പ്രണയിക്കുന്നതും ആ പ്രണയം തിരിച്ചു കിട്ടുന്നതും രണ്ട് വശത്തു നിന്നും സൂര്യൻ പ്രകാശിക്കുന്ന പോലെയാണ്. പ്രണയം ആരോടും തോന്നാം. ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ, ചിലപ്പോൾ അത് ഒരുപാട് കാലം ഫ്രണ്ട്സായിട്ടിരുന്ന് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രണയമായിരിക്കാം. ഏത് തരത്തിലാണെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, തിരികെ കിട്ടണ്ടേ. കിട്ടണമെങ്കിലേ ആദ്യം അത് അങ്ങോട്ട് കൊടുക്കണ്ടേ. ഇനി കൊടുത്തു കഴിഞ്ഞാൽ അത് തിരികെ സ്വീകരിക്കാൻ നമ്മളും മനസ്സും തയ്യാറാക്കണ്ടേ. ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല അല്ലേ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലെ മനോഹരമായ പ്രണയ ഗാനങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ പസിൽ റീണു അഴിക്കും. അതിനായിട്ട് ബി വിത്ത് മീ. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ബേസിക്കലി ഐ വിഷ്ഡ് ദാറ്റ് യു ലവ്ഡ് മീ ടു. നീയും എന്നെ പ്രണയിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ യെസ്, ഇത് ലവ് ബൈറ്റ്സ്. പിന്നെ ഈ ആഴ്ചയുടെ പ്രത്യേകത പറയണ്ടല്ലോ. വാലന്റൈൻസ് ഡേ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുക. ഒരു പ്രണയം തുറന്ന് പറയാനായിട്ട് നമുക്ക് പലർക്കും ആഗ്രഹം ഇങ്ങനെ മുള പൊട്ടിയിരിക്കുന്ന ഒരു സമയവുമാണ്. എന്നാലും എവിടേക്കോ എന്തൊക്കെയോ പറയാനൊരു മടി പലരുടെയും മുഖത്ത് കാണുന്നുണ്ട്. സോ അതിന് ഒരു പ്രചോദനമായിട്ട് ഇന്ന് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ പ്രണയത്തെക്കുറിച്ചുള്ള കുറേ സങ്കല്പങ്ങൾ നമ്മൾ പറയും. നമ്മൾ പറയുന്ന വെച്ചാൽ ഞാനല്ല കേട്ടോ, കുറച്ച് സെലിബ്രിറ്റീസാണ് ലവിനെ കുറിച്ച് പറയാൻ പോകുന്നത്. അവരെന്താ പ്രണയത്തെക്കുറിച്ച് വിചാരിക്കുന്നത്, എന്താണ് അവരുടെ കോൺസെപ്റ്റ്, അങ്ങനെയല്ല അറിയണ്ടേ. എനിക്കറിയാൻ താല്പര്യമുണ്ടെന്ന്. പക്ഷെ ആദ്യം ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ പോവാം. എന്നിട്ട് ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. പോയ വർഷം വേണമെങ്കിൽ രമ്യ നമ്പീശിന്റെ വർഷമായിരുന്നെന്ന് പറയാല്ലേ. വ്യത്യസ്തങ്ങളായ ഗാനങ്ങളിലൂടെ ചിത്രങ്ങളിലൂടെയൊക്കെ രമ്യ നമ്മുടെ മനസ്സിലിടം നേടി. രമ്യയുടെ അടുത്താണ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ റീനുവിന്റെ ചോദ്യം. രമ്യ, വാട്ട് ഈസ് ലവ് ഫോർ രമ്യ? ലവ് ഇസ് ബ്യൂട്ടിഫുൾ, അറ്റ് ദ സെയിം ടൈം ലവ് ഇസ് പെയിൻ. ബ്യൂട്ടിഫുൾ ആണ്, അത്രയും ബ്യൂട്ടിഫുൾ ആവുന്ന കാരണം ലവ് ചില സമയത്ത് പെയിൻ ആവും. യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. അല്ല, ഈ പറയുന്ന പോലെ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ പറയും നീ രാജ്ഞിയാണെങ്കിൽ ഞാൻ യു ആർ പ്രിൻസസ്, ഞാൻ അങ്ങനത്തെ ഒരു ലെവലാക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്നു, നമ്മളെ കുറിച്ച് നല്ല വശങ്ങൾ മാത്രം ചിന്തിക്കുന്നു. പിന്നെ ഒരു ചെറിയൊരു ബ്രേക്കപ്പ് ലെവൽ വരുമ്പോഴത്തേക്കും നമ്മളുടെ നെഗറ്റീവ്സ് നമ്മളെ പതുക്കെ അത് അങ്ങോട്ട് അവനത് അങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇവളത് ഇങ്ങനെയായിരുന്നു എന്നുള്ള സാധനത്തിലേക്ക് വരുന്നു. സോ ആ സമയത്ത് ആ ബ്യൂട്ടിഫുൾ ആയിരുന്ന ലവ് ചെറുതായിട്ട് പെയിൻ ആയിട്ട് വരും. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ പ്രണയം പെയിൻഫുൾ ആവാനായിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. പ്രണയം എപ്പോഴും സന്തോഷം മാത്രം തരുന്നതായിരിക്കണം. കൊതിക്കാതെ മാത്രമേ ഉള്ളൂ. എപ്പോഴും അതങ്ങനെ സംഭവിക്കണം എന്നൊന്നുമില്ല അല്ലേ? അതെ, ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് മെസ്സേജ് അയക്കാനുള്ള നമ്പർ 56070. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ് ആൻഡ് റീനു. പ്രണയിച്ച് വിവാഹം കഴിച്ചവർക്ക് പ്രണയത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ കാണുമല്ലേ? ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു, വാട്ട് ഈസ് ലവ് ഫോർ യു എന്ന് റീനു ചോദിക്കുന്നത് ബിജു മേനന്റെ അടുത്താ. പ്രണയം വളരെ സുഖമുള്ള ഒരു ഏർപ്പാടാണ് ആക്ച്വലി. അത് നന്നായിട്ടിരിക്കുന്നിടത്തോളം കാലം. ഒരാളോട് മാത്രമാകുമ്പോൾ നമ്മൾ കൂടുതൽ അത് എൻജോയ് ചെയ്യുന്നു പറയില്ലേ, ആ ഒരു രീതിയിൽ ഒരാളോട് മാത്രമുള്ള പ്രണയം നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രണയത്തിന് കുറച്ചും കൂടെ ഒരു ഡെപ്ത് ഉണ്ടാവും. ഒരാളോട് മാത്രമുള്ള പ്രണയം ഫസ്റ്റ് ലവ്, യെസ്, എപ്പോഴും അങ്ങനെ നമ്മൾ ഒരാളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. പക്ഷെ ഒന്ന് പ്രണയത്തിലായി കഴിയുമ്പോഴാണ് ഇത് ഇത്ര രസമുള്ള ഏർപ്പാടാണോ എന്നൊരു തോന്നലൊക്കെ വരുന്നത്. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.